എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയുടെ അർപ്പണരീതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സീറോ മലബാർ സഭയിൽ തിരുത്തപ്പെടേണ്ട ആരാധനാക്രമ അപഭ്രംശങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ദൈവശാസ്ത്ര പണ്ഡിതനായ താമരശ്ശേരി രൂപതയിലെ ഫാദർ ജോസഫ് കളത്തിൽ. വിവാദങ്ങൾക്കിടെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണ് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട അപഭ്രംശങ്ങളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട തെറ്റായ ശൈലികളെയും രീതികളെയും സൂചിപ്പിക്കുന്ന പദമാണ് ആരാധനാക്രമ അപഭ്രംശം അഥവാ ലിറ്റർജിക്കൽ അബറേഷൻ എന്നത്. അവ തിരുത്തപ്പെടേണ്ടവയാണെന്ന് കളത്തിലച്ചൻ കാര്യകാരണ സഹിതം വ്യക്തമാക്കുന്നു. തിരുസഭ അംഗീകരിച്ച ഔദ്യോഗിക ടെക്സ്റ്റുകളിൽ നിന്ന് വ്യതിചലിച്ച് ഓരോരുത്തരും തങ്ങളുടെ ഭാവനയനുസരിച്ച് പ്രാർത്ഥനകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിനെയാണ് പൊതുവെ ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയിലെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ഒരു വ്യക്തി പങ്കുവച്ച അനുഭവം ഞെട്ടിപ്പിക്കുന്നതായിരുന്നുവെന്ന് അച്ഛൻ പങ്കുവയ്ക്കുന്നു. അന്ന് ഞായറാഴ്ചയായിട്ട് കൂടി വിശ്വാസ പ്രമാണം വിശുദ്ധ കുർബാനയിൽ ചൊല്ലിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സീറോ മലബാർ സഭയുടെ സിനഡിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ജനാഭിമുഖമായി അർപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ബലിയിൽ സുവിശേഷ പ്രസംഗത്തിന് ശേഷം കാർമികൻ കാറോസൂസ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒഴിവാക്കി മറ്റു പ്രാർത്ഥനകളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. സമാനമായ ഒരു വീഡിയോയും ഈയിടെ കാണാനിടയായി. അതിൽ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കാർമികൻ സ്ഥാപക വാക്യങ്ങൾക്ക് ശേഷം മൂന്നാം പ്രണാമജപം ചൊല്ലുന്നതായി കാണുന്നില്ല. ആ സമയത്ത് സമൂഹം ഒന്നുചേർന്ന് ദാസർ പാടും ആരാധന എന്ന ഗീതം ആലപിക്കുകയാണ് ചെയ്യുന്നത്. റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് മുൻപുള്ള നാലാം പ്രണാമജപത്തിന്റെ സമയത്തും ഇപ്രകാരമാണ് ചെയ്യുന്നത്. അതിനിടെ സ്വയം പ്രേരിതമായ പ്രാർത്ഥന സമൂഹത്തെ കൊണ്ട് കാർമികൻ ചൊല്ലിക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. വിശുദ്ധ കുർബാന ക്രമത്തിൽ പറയാത്ത സമയങ്ങളിൽ ഉദാഹരണമായി സ്ഥാപക വാക്യങ്ങൾ ചൊല്ലുന്ന സമയത്ത് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് കാർമികൻ അപ്പവും വീഞ്ഞും ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവാരാധനയ്ക്കും കൂദാശ കാര്യങ്ങൾക്കുമായുള്ള വത്തിക്കാൻ കാര്യാലയം 2004 മാർച്ച് 25 പ്രസിദ്ധീകരിച്ച ഒരു രേഖയാണ് റെഡംഷനിസ് സാക്രമെന്റം രക്ഷയുടെ കൂദാശ എന്നത്. ഈ കാര്യാലയത്തിന്റെ അധ്യക്ഷനായ കർദിനാൾ ഫ്രാൻസിസ് അരിൻസെ പ്രസ്തുത രേഖയുടെ ആദ്യ ഭാഗത്ത് തന്നെ ആരാധനാക്രമത്തിന്റെ നിയന്ത്രണം തിരുസഭാധികാരികളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പഠനം ഊന്നി പറയുന്നുണ്ട്. വൈദികരെക്കുറിച്ച് പറയുന്നിടത്ത് അവർ തങ്ങളുടെ ശുശ്രൂഷയുടെ ആഴമേറിയ അർത്ഥത്തെ ഒരു തരത്തിലും വില കുറച്ച് കാണാനിടയാകരുതെന്ന് ഈ രേഖ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനകളിൽ വ്യത്യാസം വരുത്തിയോ ഒഴിവാക്കിയോ തോന്നിയതുപോലെ കൂട്ടിച്ചേർത്തോ ആരാധനാക്രമാഘോഷം നടത്തരുതെന്ന് രേഖ നിർദ്ദേശിക്കുന്നു. നമ്മുടെ തന്നെ വീഴ്ചകളിലൂടെ സഭയ്ക്ക് ഒരിക്കലും മുറിവുണ്ടാക്കരുതെന്ന സഭാപിതാവായ വിശുദ്ധ അംബ്രോസിന്റെ വാക്കുകൾ രേഖ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാന ഭാഗമായ അനാഫോറയിലെ പ്രാർത്ഥനകളെ ചിട്ടപ്പെടുത്താനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് ചില വൈദികർ കരുതുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് രേഖ ചൂണ്ടിക്കാണിക്കുന്നു. അനാഫോറ പ്രാർത്ഥനകൾ കാർമികൻ ചൊല്ലുന്നതിന് പകരം സമൂഹം മുഴുവൻ ഒരുമിച്ച് ചൊല്ലുന്നതും കാർമികൻ ചൊല്ലുമ്പോൾ ആ സമയത്ത് മറ്റു പാട്ടുകളോ പ്രാർത്ഥനകളോ ചൊല്ലുന്നതും ആരാധനക്രമവുമായി ബന്ധപ്പെട്ട ദുരുപയോഗമാണെന്ന് രേഖ ചൂണ്ടിക്കാണിക്കുന്നു. കാർമികൻ അനാഫോറ പ്രാർത്ഥനകൾ ചൊല്ലുന്ന സമയത്ത് ഓർഗനോ അതുപോലുള്ള മറ്റ് സംഗീത ഉപകരണങ്ങളോ നിശബ്ദമായിരിക്കേണ്ടതാണെന്നും രേഖ സൂചിപ്പിക്കുന്നു. ഇന്ന് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട പല ദുരുപയോഗങ്ങളും വേരൂന്നിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു തെറ്റായ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ രേഖയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. നാം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ചെയ്യാനുള്ള മിഥ്യായ ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് മിശിഹായിൽ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖ ഏതാണ് ഉചിതമെന്നും ശരിയായതെന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്നും നേരിട്ട് വരുന്ന കൽപ്പനകളുടെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് സഭ പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾക്കും ഇത് ബാധകമാണെന്ന് രേഖ വ്യക്തമാക്കുന്നു. ആരാധനാക്രമം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ആഘോഷം സഭ ആഗ്രഹിക്കുന്നത് പോലെ ശരിയായ രീതിയിൽ പരികർമ്മം ചെയ്യണമെന്നത് എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും അവകാശമാണെന്ന് രേഖ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ആരാധനാക്രമ ഗ്രന്ഥങ്ങളും മറ്റ് നിയമങ്ങളും രീതികളും നിർദ്ദേശിക്കുന്നത് പോലെ സഭയുടെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ ആരാധനാക്രമം എന്നത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പലയിടങ്ങളിലും പലപ്പോഴും കാണുന്ന അപഭ്രംശങ്ങൾ ആശങ്കാജനകമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്നവർ പലപ്പോഴും ഇത്തരം അപഭ്രംശങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്നത് നിർഭാഗ്യകരമാണ്. വൈദികരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ആരാധനാക്രമ അപഭ്രംശങ്ങളെ തിരുത്താനുള്ള ഗൗരവമായ ഉത്തരവാദിത്തം ഓരോ പ്രദേശത്തെയും രൂപത മെത്രാനാണുള്ളത്. രൂപത മെത്രാനെ ദൈവിക രഹസ്യങ്ങളുടെ പ്രഥമ കാര്യസ്ഥൻ എന്നാണ് വത്തിക്കാൻ രേഖ വിശേഷിപ്പിക്കുന്നത്. ആരാധനാ ജീവിതത്തിന്റെ രക്ഷകർത്താവാണ് അദ്ദേഹം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവരഹസ്യം പകർന്നു കൊടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നത് മെത്രാന്മാരാണ്.
തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ ദൈവാരാധനപരമായ ജീവിതം മുഴുവന്റെയും ഭരണകർത്താക്കളും പരിപോഷകരും സംരക്ഷകരും അവർ തന്നെ. ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന് എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്ന വാക്കുകൾ ഇവിടെ പ്രത്യേകം സ്മരണീയമാണ്. ആരാധനാക്രമം ഒരിക്കലും ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ആഘോഷിക്കുന്ന കാർമ്മികന്റെയോ രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിന്റെയോ സ്വത്തല്ല. ആരാധനാക്രമപരമായ നിയമങ്ങൾ അനുസരിച്ച് വിശ്വസ്തതാപൂർവം കുർബാന ആഘോഷിക്കുന്ന വൈദികരും ആ നിയമങ്ങളോടൊത്ത് പോകുന്ന സമൂഹങ്ങളും സഭയോടുള്ള അവരുടെ സ്നേഹം നിശബ്ദമായി എന്നാൽ വാചാലമായി തെളിയിക്കുന്നുവെന്ന് ഉദ്ധരണികൾ നിരത്തി ജോസഫ് കളത്തിലച്ചൻ ഓർമ്മിപ്പിക്കുന്നു.